കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് നോക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. BA English BE GC 108 British Literature 18th Century. സോ ഈ ഒരു പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത്. ജനറൽ അനാലിസിസ്. ദിസ് റിപ്പോർട്ട് അനാലിസിസ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓഫ് ദ ഇഗ്നോ സബ്ജക്ട് BE GC 108 British Literature 18th Century, focusing on the types of questions asked, the coverage of syllabus topics, and identifying patterns or trends. The analysis includes 4 sets of question papers from June 2022, December 2022, June 2023, and December 2023. So, ഇത്രയും ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മളെ ഈ ഒരു PYQ അനാലിസിസ് വരുന്നത്. Methodology. The analysis was conducted by categorizing questions into short notes, reference to context, and detailed essay type questions. Each question was mapped to the relevant syllabus unit to determine coverage and trends. Syllabus coverage, we have total of 4 blocks, and each block is divided into units that explore the author's life, works, thematic analysis, and critical perspective. So, നമ്മുടെ 4 blocks ഏതൊക്കെ വരുന്നേ നോക്കാം. ഡാനിയൽ ഡിഫോന്റെ റോബിൻസൺ ക്രൂസോ ആണ് ഫസ്റ്റ് ബ്ലോക്ക്. സെക്കൻഡ് ബ്ലോക്ക് വരുന്നത് ജൊനാത്തൻ സ്വിഫ്റ്റിന്റെ ഗളിവേഴ്സ് ട്രാവൽ. തേർഡ് വരുന്നത് വില്യം കോൺഗ്രീവിന്റെ ദ വേ ഓഫ് ദ വേൾഡ്. ഫോർത്ത് വരുന്നത് തോമസ് ഗ്രൈന്റെ എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. അനാലിസിസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. സെക്ഷൻ A എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആൻഡ് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് ആണ്. ഷോർട്ട് നോട്ട്സ്. ദിസ് സെക്ഷൻ കൺസിസ്റ്റന്റ്ലി ഇൻക്ലൂഡ്സ് ക്വസ്റ്റ്യൻ ദാറ്റ് റിക്വയർ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് കീ കോൺസെപ്റ്റ്, ടേംസ് ആൻഡ് തീംസ്. കോമൺ ടോപ്പിക്സ് അക്രോസ് പേപ്പേഴ്സ് ഇൻക്ലൂഡ്. സോ ഈ സെക്ഷനിൽ മേജർ ആയിട്ട് വന്നിട്ടുള്ള ഏതൊക്കെ ഏരിയാസ് ആണ് നോക്കാം. റോൾ ഓഫ് ദ പ്രിഫേസ് ഇൻ റോബിൻസൺ ക്രൂസോ, മിസോഗനി ഇൻ ഗളിവേഴ്സ് ട്രാവൽസ്, ഓഗസ്റ്റൈൻ ഏജ്, എൻലൈറ്റ്മെന്റ്, സിംബൽസ് ഇൻ ദ വേ ഓഫ് ദ വേൾഡ്, ക്ലാസിസിസം. Reference to context. These questions involve explaining and interpreting specific excerpts from the text. Common excerpts are from the Grace Elegy Return in Country Churchyard. Section B എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ടും 200 വേർഡ്സിന്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ആൻഡ് ഫോർ എക്സാമ്പിൾ, പൊളിറ്റിക്കൽ പ്രീഓക്യുപ്പേഷൻസ് ഓഫ് 17th and 18th century England, critical analysis of Crusoe's sojourn on the island, significance of repentance in Robinson Crusoe, depiction of humans in Gulliver's Travel, themes of civilization versus savagery in Robinson Crusoe. Section C എന്ന് പറയുന്നത് ലെങ്തി ടൈപ്പ് ഓഫ് എസ്സേസ് ആണ് എഴുതേണ്ടത്. ഒരു 400 to 500 വേർഡ്സിന്റെ ആണ്. ആൻഡ് കോമൺ തീംസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, റിസെപ്ഷൻ ഓഫ് ഗ്രേസ് എലിജി ഡ്യൂറിംഗ് ഇറ്റ്സ് ടൈം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റിസ്റ്റോറേഷൻ പീരീഡ്, Swift's challenge to the idea of humans as rational animals, class politics in the way of the world, analysis of Robinson Crusoe as a character, patterns and trends, consistent theme, colonialism and exploration. Frequent questions on Robinson Crusoe's focus on colonialism, individualism, and significance of the Ireland setting. Satire and rationality. Gulliver's Travels question often explores satire, the enlightenment, and the critique of human rationality. Comedy and social commentary. The Way of the World is analyzed for its comedy of manners, schemes, and intrigues. Elegy and societal reflection. Thomas Gray's Elegy is often the subject of thematic analysis and contextual reference question, emphasizing pastoral elements and societal disparities. Balanced coverage. Each block and its units are well presented across the exam, ensuring comprehensive coverage of the syllabus. So, എല്ലാ ബ്ലോക്കും equally important ആണ്. Short notes and reference questions ensure that students have a broad understanding of key themes and interpret specific excerpts. So,
ഷോർട്ട് നോട്ട്സ് ആൻഡ് റെഫറൻസ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് തീം ബേസ്ഡ് ഉള്ള ആൻഡ് ഓരോ ഇന്റർപ്രിട്ടേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെറ്റിൽ നിന്ന് വരുന്നത്. Focus on critical analysis. Section B and C heavily emphasize critical thinking and analysis, encouraging students to engage deeply with the text and their context. So section B and C ലേക്ക് എടുത്തു നോക്കുന്ന സമയത്ത് കൂടുതൽ critical analysis type of questions ആണ് വരുന്നത്. So ഓരോ ടെക്സ്റ്റിന്റെയും critical analysis ആയി വരുന്ന ഭാഗങ്ങളൊക്കെ നന്നായി വായിക്കുക. Conclusion. The question paper for BEGC 108 effectively covered the broad and specific themes of British literature in the 18th century. There is a balanced focus on all four major texts with an emphasis on critical analysis and contextual understanding. Future students should focus on understanding the thematic and critical perspectives of each text as well as being able to discuss specific excerpts in detail. ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. സോ ഇതാണ് നിങ്ങളുടെ ഓരോ ബ്ലോക്കും അതിൽ എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്രയൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓരോ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണിത്. Again, this is another graphical representation based on the percentage distribution of questions per block. So the analysis of question frequency and distribution across the 4 blocks of the syllabus for BEGC 108 British Literature 18th century reveals several patterns. The data from our 4 exam sessions, June 2022, December 2022, June 2023, and December 2023 are used for this analysis. 1. Number of questions per block. Block number 1. Robinson Crusoe, June 2022, 4 questions. December 2022, 3 questions. June 2023, 4 questions. December 2023, 3 questions. എന്ന പോലെയാണ് നിങ്ങളുടെ ബ്ലോക്ക് 1-ൽ വരുന്നത്. Coming to block 2, Gulliver's Travel, June 2022, 3 questions. December 2022, 2 questions. June 2022, 3 questions. And December 2023, 3 questions. Block 3, The Way of the World, June 2022, 2 questions. December 2022, 3 questions. Next, June 2023, 2 questions. December 2023, 3 questions. Block 4, Elegy Written in a Country Churchyard, June 2022, 1 question. December 2022, 2 questions. June 2023, 2 questions. And December 2023, 1 question എന്ന പോലെയാണ് നിങ്ങളുടെ ബ്ലോക്ക് വൈസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. Percentage distribution of question per block. The percentage distribution for each block remains relatively consistent across the 4 exam sessions. Block 1 consistently has a higher percentage of questions compared to the other blocks. Block 4 has the lowest percentage of question across most exams. So block 1-നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ആൻഡ് ബ്ലോക്ക് 4-നാണ് നിങ്ങൾ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് പഠിക്കേണ്ട ഏരിയ. Highlights. Block 1, Robinson Crusoe, consistently has the highest number of questions, indicating its importance and extensive coverage in the syllabus. Block 2, Gulliver's Travel, and Block 3, The Way of the World, have the moderate and relatively stable number of questions. Block 4, Elegy Written in a Country Churchyard, consistently has fewer questions, suggesting a narrow focus or lesser emphasis compared to the other blocks. സോ ഓരോ ബ്ലോക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് റോബിൻസൺ ക്രൂസോനാണ് ഹൈയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഗളിവേഴ്സ് ട്രാവൽ ആൻഡ് ദ വേ ഓഫ് ദ വേൾഡ് എടുത്ത് നോക്കുമ്പോൾ മോഡറേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് കമ്മിങ് ടു ബ്ലോക്ക് 4, ലീസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ബ്ലോക്ക് 4-നാണ്. സോ ലെസർ എംഫസിസ് കൊടുക്കേണ്ട ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 4-ഉം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 1-ഉം എന്നുള്ള രീതിക്കാണ് നമുക്ക് മനസ്സിലാവുന്നത്. Conclusion. The analysis shows a clear pattern where Robinson Crusoe, Block 1, is emphasized more heavily in the exam, while Elegy Written in a Country Churchyard, Block 4, receive less attention. This pattern may inform students to focus more on Block 1 while preparing for the exam without neglecting the other blocks. So, Block 4-ൽ കുറച്ച് ഇമ്പോർട്ടൻസ് നൽകിയിട്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് ബ്ലോക്ക് 1-ൽ എംഫസൈസ് ചെയ്യാനാണ് നമ്മളൊരു കൺക്ലൂഷൻ നമുക്ക് മനസ്സിലാവുന്നത്. യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ്. ഇത് ബ്ലോക്ക് 1 and 2-ന്റെ ഒരു യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓരോ ഇയറിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന്. ആൻഡ് ദിസ് ഇസ് ബ്ലോക്ക് 2-ന്റെയും ബ്ലോക്ക് 3-ന്റെയും ആണ് നെക്സ്റ്റ് വരുന്ന ഗ്രാഫ്സ്. ആൻഡ് ദിസ് ഇസ് ബ്ലോക്ക് 4-ന്റെ ആണ്. സോ നമുക്ക് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു analysis നോക്കാം. The bar charts above show the distribution of question across the unit within each block over different examination sections, June 2022, December 2022, June 2023, and December 2023. Block 1, Daniel Defoe, Robinson Crusoe. Questions are distributed relatively evenly across the units. So, എല്ലാ unitsനും equal number of questions എന്ന പോലെ വന്നിട്ടുണ്ട്. Each unit consistently appear in the exam with a slight emphasis on unit
1 and 3. So block 1 unit 1 and unit 3 ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. കമ്മിങ് ടു ബ്ലോക്ക് 2, ഇതിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് 2 and 3 നിന്ന് തന്നെയാണ്, കമ്പയറിംഗ് വിത്ത് യൂണിറ്റ് 4 and 1 വെച്ച് നോക്കുന്ന സമയത്ത്. ആൻഡ് യൂണിറ്റ് 3 വിച്ച് ഇൻക്ലൂഡ്സ് എ ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് ദ ബുക്ക് 1 to 3 ഓഫൻ ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. സോ യൂണിറ്റ് 3യിലാണ് ഈ ബ്ലോക്ക് 2ലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, പിന്നെ യൂണിറ്റ് 2 വരുന്ന, പിന്നെയാണ് നമ്മളെ യൂണിറ്റ് 1 and 4 വരുന്നത്. ബ്ലോക്ക് 3, വില്യം കോൺക്ലേവ് ദ വേ ഓഫ് ദ വേൾഡ്. Questions are primarily focused on units 2 and 3. Unit 1 and Unit 4 have fewer questions, indicating a lesser emphasis on biographical details and symbols or allegories. So, Unit Block 3 വരുന്ന സമയത്ത് Unit 2 and 3 ആണ് ഏറ്റവും കൂടുതൽ important, and Unit 1 and 4 comparatively കുറച്ച് questions ആണ് ആ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. Block 4, Thomas Gray, Elegy Written in a Country Churchyard. Unit 2, which covers the summary and critical analysis of the elegy, is most frequently questioned. Units 1 and 3 occasionally appear, while Unit 4 is rarely questioned. So Unit 1 ആണ് ഏറ്റവും കൂടുതൽ, Unit 2 ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, ആൻഡ് യൂണിറ്റ്സ് 1 and 3 അധികം ഒന്നും നിങ്ങൾക്ക് ചോദിച്ചിട്ടില്ല. ആൻഡ് യൂണിറ്റ് 4 എന്ന് പറയുന്ന സമയത്ത് വളരെ കുറവേ ചോദിച്ചിട്ടുള്ളൂ. സോ കമ്മിങ് ടു ബ്ലോക്ക് 4, യൂണിറ്റ് 2 ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ. Key observations: consistent coverage. Block 1 and Block 3 maintain the balanced coverage across their units. Focused coverage. Block 2 and Block 4 have specific units that are consistently targeted, particularly the critical and thematic analysis sessions. Lesser emphasis. Some units such as Unit 4 in Block 3 and Block 4 receive fewer questions, indicating areas of potentially less importance in exams. So ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബ്ലോക്ക് 1 and 3 ആണ്, ബാലൻസ്ഡ് കവറേജ്. പിന്നെ വരുന്നത് ബ്ലോക്ക് 4 and ബ്ലോക്ക് 2. അതിൽ കൂടുതലുമായിട്ട് നിങ്ങൾക്ക് സ്പെസിഫിക് യൂണിറ്റ്സ് ആണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലാതെ ആസ് എ ഹോൾ കമ്പയറിംഗ് വിത്ത് ബ്ലോക്ക് 1 and 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നില്ലെങ്കിലും ഇതിൽ ചില യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെസർ എംഫസിസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് യൂണിറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 4 അതുപോലെ തന്നെ ബ്ലോക്ക് 4 കുറച്ച് ക്വസ്റ്റ്യൻസേ ഇതുവരെയായിട്ട് വന്നിട്ടുള്ളൂ. Conclusion: the analysis reveals that while there is a broad coverage of all units, certain units receive more focus, reflecting their importance in the syllabus and exam structure. This detailed unit-wise distribution can guide students in prioritizing their study efforts based on the frequency and importance of each unit in the exams. Topic-wise weightage analysis. Block 1, Daniel Defoe, Robinson Crusoe. Life and works of Defoe, frequently questioned in multiple exams. So, Block 1 life and works of Defoe, very important ആണ്. Summary of Robinson Crusoe. Question appear consistently. Critical analysis, both parts of critical analysis are well represented. Themes, colonialism and individualism. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള തീംസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, എസ്പെഷ്യലി കൊളോണിയലിസം. അതുപോലെ തന്നെ ക്യാരക്ടർ അനാലിസിസ് നോക്കുന്ന സമയത്ത് റോബിൻസൺ ക്രൂസോന്റെയും അതുപോലെ തന്നെ ഫ്രൈഡേന്റെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു ക്യാരക്ടർ അനാലിസിസ് ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെയും നിർബന്ധമായി അറിഞ്ഞിരിക്കുക. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ജൊനാഥൻ സ്വിഫ്റ്റിന്റെ ഗളിവർ ട്രാവൽസ്, ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് സ്വിഫ്റ്റ് വരുന്നുണ്ട്. അത് മിക്ക എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻഡ് ആണ്, ഇമ്പോർട്ടന്റ്. ക്യാരക്ടർ അനാലിസിസ് ബുക്ക് 1 to 3 ഇതാണ് മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അബ്യൂസ് ഓഫ് സയൻസ് ആൻഡ് റീസൺ അപ്പിയർ ഇൻ സം എക്സാം, സ്റ്റിൽ ഇമ്പോർട്ടന്റ് ആണ്. റിസെപ്ഷൻ ഓഫ് സ്വിഫ്റ്റ്, ലെസ് ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻഡ്. ബ്ലോക്ക് 3, വില്യം കോൺക്ലേവ്, ദ വേ ഓഫ് ദ വേൾഡ്. Summary of the way of the world consistently appears across exam. Themes: love and marriage, subversion of authority. Themes are a regular focus, particularly love and marriage. Symbols: Lady Wishford's house, occasionally questioned ആണ്. Biographical details and political historical circumstances, less frequent. Block 4, Thomas Gray, Elegy Written in a Country Churchyard. Summary of the elegy, most frequently questioned topic in this block. Life and works of Gray occasionally appears. Themes: poet in society, less frequently questioned. Critical essay, rarely questioned. Conclusion: high frequency topics. Summary and critical analysis section within each block are often the most targeted. Themes and characters analysis also receive significant attention. Less frequent topics like biographical details and critical essays are less frequently questioned.
Exam preparation focus. Students should prioritize topics that appear more frequently, especially critical analysis, summaries, and major themes across the blocks. So, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സമ്മറി ആൻഡ് ക്രിട്ടിക്കൽ എസ്സേ, ഓൾസോ തീംസ് ആൻഡ് ക്യാരക്ടർ ആണ്. ലെസ് ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട സൈഡ് എന്ന് പറയുന്നത് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ വരുന്ന സമയത്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ അനാലിസിസ്, സമ്മറീസ്, മേജർ തീംസ് അക്രോസ് ദ ബ്ലോക്സ് ആണ്. മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ, ഹൈ സ്കോറിംഗ് ടോപ്പിക്സ്, character analysis, book 1 to 3, Gulliver's Travel, themes, colonialism in Robinson Crusoe, critical analysis part 2 of Robinson Crusoe, summary of the way of the world, summary of the elegy written in a country churchyard. Moderate scoring topics. So ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് തീംസ്, ഇൻഡിവിജ്വലിസം, റോബിൻസൺ ക്രൂസോ, ക്രിട്ടിക്കൽ എസ്സേസ്, എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, philosophical background of Gulliver's Travel, life and works of Swift. Low scoring topics, life and works of Defoe, publication of Gulliver's Travel, symbol, Lady Wishfort's House, The Way of the World, political historical circumstances, various blocks. Conclusion. Focus area for study. Students should prioritize high scoring topics such as character analysis in Gulliver's Travel, themes in Robinson Crusoe, and summaries in The Way of the World, and elegy written in a country churchyard. Balanced preparation. While high scoring topics are crucial, students should not neglect moderate and low scoring topics to ensure comprehensive preparation. Strategic study. By concentrating on topics with higher average marks, students can maximize their potential score in the exams. So, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ പറയുന്നത് ഗള്ളിവർ ട്രാവൽസിന്റെ ആണ്. ഗള്ളിവേഴ്സ് ട്രാവൽസിന്റെ ക്യാരക്ടർ അനാലിസിസ്. ദെൻ കമ്മിങ് ടു റോബിൻസൺ ക്രൂസോ എന്ന് നോക്കുന്ന സമയത്ത് തീംസ് ആണ് ആൻഡ് വേ ഓഫ് ദ വേൾഡ്, ആൻഡ് അതുപോലെ തന്നെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡിൽ നോക്കുന്ന സമയത്ത് സമ്മറി എന്നുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് എല്ലാ ബ്ലോക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് കൂടുതലായിട്ടും നിങ്ങൾ മോഡറേറ്റ് ഏരിയ നിന്ന് വരുന്ന ഏരിയാസ് നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത്, കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ്, നിങ്ങൾ റിക്കറിംഗ് ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇത്. The analysis of recurring topics across different exam sessions, June 2022, December 2022, June 2023, and December 2023 reveals key insight. Most frequent topics. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സമ്മറി ഓഫ് എലിജി ആണ്. എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, അത് ഓൾമോസ്റ്റ് 4 എക്സാംസിന് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ അനാലിസിസ് ബുക്ക് 1 to 3 ഗള്ളിവേഴ്സ് ട്രാവൽ, അത് ഓൾമോസ്റ്റ് 4 എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. സമ്മറി ഓഫ് ദ വേ ഓഫ് ദ വേൾഡ്, present in every exam session, so very important. Themes, love and marriage, the way of the world, so idum frequent ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. Critical analysis part 2 Robinson Crusoe appears in 3 exam. Moderately frequent topics, life and works of Defoe, political historical circumstances, Robinson Crusoe, summary of Robinson Crusoe, philosophical background, Gulliver's Travel. Themes, individualism, Robinson Crusoe, life and works of Swift, character analysis, Friday, Robinson Crusoe. Themes, colonialism from Robinson Crusoe. Less frequent ആയിട്ട് വരുന്ന ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് തീം, subversion of the authority, abuse of science and reason, symbols, Lady Wishfort's House, life and works of Gray, critical analysis part 2 Robinson Crusoe, character analysis of Robinson Crusoe, critical essays from elegy written in a country churchyard, political historical circumstances from The Way of the World. Analysis of patterns and prediction, high likelihood of recurrence. Topics that have appeared in all or most of the exam are highly likely to be included in future exams. These include, so മുന്നത്തെ എക്സാംസിനൊക്കെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഏരിയ ഏതാണോ അവിടെ നിന്ന് ഇനിയും നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടിയിട്ട്. സോ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സമ്മറി ഓഫ് എലിജി, ക്യാരക്ടർ അനാലിസിസ് ഓഫ് ബുക്ക് 1 to 3 Gulliver's Travel, summary of The Way of the World, themes, love and marriage from The Way of the World, critical analysis part 2 from Robinson Crusoe. Moderately ചോദിച്ചിട്ടുള്ള ഏരിയാസ് എടുത്ത് നോക്കുന്ന സമയത്ത് ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ഡിഫോ, political historical circumstances, summary of Robinson Crusoe, philosophical background, themes of individualism from Robinson Crusoe, life and work of Swift, character analysis of Friday,
തീംസ് കൊളോണിയലിസം ഫ്രം റോബിൻസൺ ക്രൂസോ. സോ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്ക് വരുന്ന ആ ഒരു വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കുന്ന സമയത്ത് റോബിൻസൺ ക്രൂസോ, അതായത് ഫസ്റ്റ് ബ്ലോക്ക് തന്നെയാണ് മേജർ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിലെ ക്യാരക്ടർ അനാലിസിസും അതുപോലെ തന്നെ തീംസും, ഇൻഡിവിജ്വലിസം, അതുപോലെ തന്നെ ഒരുപാട് തീംസ് വരുന്ന ഒരു ഇതാണ്. അതുപോലെ ക്യാരക്ടർ ഓഫ് ഫ്രൈഡേ, അതുപോലെ തന്നെ റോബിൻസൺ, അതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ കൊളോണിയലിസം, ഇൻഡിവിജ്വലിസം, അങ്ങനത്തെ ഒരുപാട് തീംസും വരുന്നുണ്ട്. സോഷ്യോ പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റൻസസ് ഒക്കെ നോക്കുക. അതുപോലെ തന്നെ ലോവർ ലൈക്ലിഹുഡ് റീഅക്കറൻസ് നോക്കാം. ഏറ്റവും കുറവ് വന്നിട്ടുള്ളതും, ബട്ട് യു കനോട്ട് നെഗ്ലക്ട് ദിസ് ഏരിയസ്, കാരണം ഇനിയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. തീം ഓഫ് സബ്വേർഷൻ ഓഫ് അതോറിറ്റി ഫ്രം ദ വേ ഓഫ് ദ വേൾഡ്, അബ്യൂസ് ഓഫ് സയൻസ് ആൻഡ് റീസൺ ഫ്രം ഗളിവേഴ്സ് ട്രാവൽ, സിംബൽ ഓഫ് Lady Wishford House from The Way of the World, Life and Work of Grey, Critical Analysis Part 2 from Robinson Crusoe, Character Analysis from Robinson Crusoe, Critical Essay, Elegy written in a country churchyard, Political Historical Circumstances from The Way of the World. Conclusion: high frequency topics. Prioritize studying summaries, character analysis, and major themes, especially those repeatedly appearing in multiple exams. Balanced study approach. Include a moderate focus on the other frequently appearing topics to ensure comprehensive preparation. Strategic preparation. Use this analysis to guide study plans, allocating more time to high-frequency topics while also covering less frequent ones to avoid surprises. സോ ഈ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഫോക്കസ് ചെയ്യാൻ പറയുന്നത്, നിങ്ങൾ അത് വരില്ല എന്ന് വിചാരിച്ച് നെഗ്ലക്ട് ചെയ്താൽ അത് വരാൻ ചാൻസും ഉണ്ട്. സോ അതുകൊണ്ടാണ് ലെസ് ഫ്രീക്വന്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഇവിടെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാം. മോസ്റ്റ് ലൈക്ലി ടോപ്പിക്സ്. സോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് സമ്മറി ഓഫ് എലിജി, അതായത് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡിന്റെ ക്യാരക്ടർ അനാലിസിസ് ഫ്രം ഗളിവർ ട്രാവൽസ്, Summary of The Way of the World, Themes of Love and Marriage from The Way of the World, Critical Analysis Part 2 from Robinson Crusoe. Moderately ചോദിച്ചിട്ടുള്ളതാണ് Life and Works of Defoe, Political Historical Circumstances, Summary of Robinson Crusoe, Philosophical Background, Themes of Individualism, Life and Work of Swift, Character Analysis of Friday, Theme of Colonialism from Robinson Crusoe. Less likely topics, themes, subversion of authority, abuse of science and reason, symbols, Lady Wishford's House, അതുപോലെ Life and Works of Grey, Critical Analysis Part 2, Character Analysis Robinson Crusoe, Critical Essay, Political Historical Circumstances. So ഇത്രയും ഏരിയാസ് ആണ് നിങ്ങളുടെ ഈ ഒരു ലെസ് ലൈക്ലി ടോപ്പിക്സ്. ബട്ട് നിങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കണ്ട് പഠിക്കുക, കാരണം ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. Prediction summary. To maximize the chances of being well prepared for upcoming exams, students should focus primarily on the most likely topics while also ensuring that they review the moderately likely topics. This balanced approach will provide comprehensive coverage and reduce the likelihood of encountering unexpected questions. So moderately, high frequently, less frequent ആയിട്ടൊക്കെ ചോദിക്കുന്നതിനൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, കാരണം എവിടുന്നാ ചോദിക്കാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ എല്ലാ ഏരിയാസും ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഷുവർ ആക്കുക. സ്റ്റഡി പ്ലാൻ റെക്കമെൻഡേഷൻ, ഹൈ പ്രയോറിറ്റി. എപ്പോഴും പ്രയോറിറ്റി ആയിട്ട് സമ്മറി, ക്യാരക്ടർ അനാലിസിസ്, മേജർ തീംസ് പഠിക്കുക. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക എപ്പോഴും. പിന്നെ വരുന്നതാണ് ഓരോ വർക്കിന്റെയും ഓതേഴ്സും അവരുടെ ബാക്കി വർക്ക്സും ലൈഫിനൊക്കെ ബേസ് ചെയ്ത് പഠിക്കാൻ, പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനൊക്കെ ബേസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ കുറവ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ എക്സാംസിന് ഏറ്റവും കുറവ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നും, അതുപോലെ തന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാലോ ഏറ്റവും കുറവ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത്. അതിനൊക്കെ ബേസ് ചെയ്ത് ലോ പ്രയോറിറ്റി ഉള്ളതിന് ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. Comprehensive note to learners. Introduction. Preparing for BE GC 10 exam involves understanding the trends and focus area identified through historical exam data analysis. This guide highlights the key topics that are most likely to appear in the upcoming exam, providing learners with strategic insight to optimize their study efforts. Key focus area എന്ന് പറയുന്നത് summary of elegy, character analysis from Gulliver's Travel, summary of the Way of the World, themes, love and marriage from Way of the World, critical analysis part 2 of Robinson Crusoe. Moderately നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് തന്നെയാണ് സെയിം വരുന്നത്.
ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ടോപ്പിക്സ് ഏറ്റവും മോഡറേറ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ലെസ്സർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം തന്നെയാണ്. തീംസ്, അബ്യൂസ് ഓഫ് സയൻസ് ആൻഡ് റീസൺ, സിംബൽസ്, ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് റോബിൻസൺ ക്രൂസോന്റെ പാർട്ട് 1, ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് അഗെയിൻ ക്രിട്ടിക്കൽ എസ്സേസ് ഫ്രം എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റൻസസ് ഓഫ് ദ വേ ഓഫ് ദ വേൾഡ്. ഇത്രയും കാര്യങ്ങളാണ് ലെസ്സർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ടത്. ബട്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കാരണം it can ask. Study tips. Prioritize high frequency topic. Focus your study efforts on top 5 topics mentioned under high frequency. Ensure you have a deep understanding and can write comprehensive answers on this subject. Balance preparation. While high frequency topics are crucial, include a review of moderately likely topics to ensure you cover all bases. This will help in handling any variation in the exam. Practice writing. Regularly practice writing essay and short answers on these topic. Time yourself to get accustomed to the exam duration and improve your time management skill. Review past papers. Study past exam papers to get a sense of the question patterns and how topics are typically framed. This can also help in identifying and emerging trends. Summarize key points. Create summary notes for each high frequency and moderately likely topics. Highlight key themes, character analysis, and critical viewpoints to aid quick revision. Group study. Seek clarification. If you find any topic particularly challenging, don't hesitate to seek help from instructors or study resources. Clarifying doubts early can prevent last-minute stress. Conclusion. By focusing on the identified key areas and following study tips provided, you can approach your BEGC 108 exam with confidence. Prioritize your efforts on the topics that have historically carried more weightage and ensure a well-rounded preparation to excel in your exam. Good luck with your studies and upcoming exams. സോ ഇത് പറയുന്നത് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങളുടെ ജൂൺ 2024 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഓൾ സെക്ഷൻസ് ആർ കമ്പൽസറി. ഫസ്റ്റ് സെഷൻ നമുക്ക് നോക്കാം. സോ നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100 ആൻഡ് 3 hours ആണ് നിങ്ങൾക്ക് വരുന്നത്. സെക്ഷൻ എ നിങ്ങൾക്ക് ടോട്ടൽ 3 സെക്ഷൻ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഫസ്റ്റ് സെക്ഷനിൽ യു ഹാവ് ടോട്ടൽ ഓഫ് 6 questions ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. ആൻഡ് യു ഹാവ് ടു ചൂസ് എനി 3 ആയിരിക്കും. സോ നമുക്കൊന്ന് നോക്കാം. ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് D4, ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സമ്മറീസ് ഓഫ് എലിജി, തീംസ്, ലവ് ആൻഡ് മാരേജ്, പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റൻസസ്, റോബിൻസൺ ക്രൂസോ. സോ ഇതിൽ നിന്ന് നിങ്ങൾ 3 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 150 വേർഡ്സിനാണ്. ഒരു ഷോർട്ട് നോട്ട് പോലെയാണ് ഇതിൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. അഗൈൻ ഇതെന്ന് പറയുന്നത് 150 വേർഡ്സിന് എഴുതേണ്ടതാണ്. ഷോർട്ട് എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ഷോർട്ട് ഒരു 150 വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ആയിട്ട് വരുന്ന ഒരു പാസേജ് പോലെയൊക്കെ എഴുതേണ്ട ഒരു ടൈപ്പ് ആൻസേഴ്സ് ആണ് ഇതിന് വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയിന്റിൽ നിന്ന് തന്നെ വരുന്ന ഒരു ലൈനാണ്. സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് നോക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 3 questions ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ആൻഡ് 200 വേർഡ്സിനാണ് ഓരോ ആൻസറും ചെയ്യേണ്ടത്. സോ ഒരു ലെങ്തി എസ്സേ ടൈപ്പ് തന്നെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇതിൽ 3 questions ആണ്. ഇതിൽ നിങ്ങൾക്ക് ടോട്ടൽ ഇപ്പൊ 5 questions ആണ് തന്നിട്ടുള്ളത്. ഔട്ട് ഓഫ് 5 നിങ്ങൾ 3 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. സെക്ഷൻ സിയിലേക്ക് വരുന്ന സമയത്ത് ലെങ്തി ടൈപ്പ് ആൻസേഴ്സ് ആണ്. അതായത് 400 to 500 വേർഡ്സിന്റെ ഒക്കെ ലെങ്തി ടൈപ്പ് ആൻസേഴ്സ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അതിന് നിങ്ങൾ 2 എണ്ണമാണ് ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 4 questions തന്നിട്ട് ഇതിൽ 2 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ ബ്ലോക്കും കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു പേപ്പർ ആണ് ഇത് വരുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയാസിൽ നിന്ന് ബേസ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. സോ ദാറ്റ്സ് ഇറ്റ്. Prepare well for your exams. All the best. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക.
നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് നോക്കുക. 7592939616. So all the best for your upcoming IGNOU exams. Thank you.